മാരിയോ ജോസഫ് എന്ന സുലൈമാൻ കാക്ക ലഹരിമൂത്ത് ഭാര്യ ജിജിയെ കടിച്ചു പറിച്ചു. മനുഷ്യന്റെ ബേസിക് സ്വഭാവത്തിൽ മാറ്റമൊന്നും വന്നില്ല. ചെറിയ ചെറിയ എന്താ പറയുക ഡെവലപ്മെന്റ് ഉണ്ടായി എന്ന് എല്ലാവരും പറയുന്നതേ ഉള്ളൂ. ദാമ്പത്യ സ്നേഹത്തെയും കുടുംബ ഐക്യത്തെയും കുറിച്ചൊക്കെ പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഓടിയെത്തുന്ന പേരുകളാണ് മാരിയോ ജോസഫും ഭാര്യ ജിജി മാരിയോയും. മാതൃകാ കുടുംബമായി സ്വയം അവരോധിച്ച് കുടുംബബന്ധത്തിൻ്റെ സ്നേഹവും ഊഷ്മളതയെക്കുറിച്ചുമൊക്കെ മോട്ടിവേഷണൽ ക്ലാസ് എടുത്തും ഹിലോകാലിയ എന്ന ധ്യാനക്കൂട്ടായ്മ നടത്തിയും കേരളത്തിൽ പ്രശസ്തരായ ദമ്പതികളാണ് ഇവർ. ഇവരുടെ കുടുംബ നവീകരണ ധ്യാനങ്ങൾക്ക് പാതിരിമാരെക്കായാലും ഡിമാൻഡുണ്ടായിരുന്നു. അതുപോലെയുള്ള പ്രകടനമായിരുന്നു കെട്ടിയവനും കെട്ടിയോളും കൂടി നടത്തി വന്നിരുന്നത്. ഇവരെക്കുറിച്ച് ഇന്നലെ മുതൽ പുറത്തു വരുന്ന വാർത്തകൾ കേട്ട് എല്ലാവരും ഞെട്ടി. ഈ വിവരം ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസം തന്നെ ലഭിച്ചിരുന്നു എങ്കിലും വ്യക്തമായ തെളിവുകൾ ഇന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആധികാരികത ഞങ്ങൾ സ്ഥിരീകരിച്ചു. കേൾക്കുന്ന വാർത്തകൾ ശരിയാണ്. ഭർത്താവായ മാരിയോ ജോസഫ് തന്നെ ക്രൂരമായി ആക്രമിച്ചു എന്ന് ഭാര്യയായ ജിജി ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. ചാലക്കുടിയിലെ ഇവരുടെ തുർക്കി വീട്ടിൽ ഡിവൈൻ സ്നേഹനഗർ മുരിങ്ങൂർ വില്ലേജ് തൃശൂർ എന്ന അഡ്രസ്സുള്ള വീട്ടിൽ വെച്ച് മാരിയോ എന്ന സുലൈമാൻ ഭാര്യ ജിജിയുടെ തലയ്ക്ക് TV സെറ്റ് ടോപ്പ് ബോക്സ് എടുത്ത് അടിക്കുകയും കൈകൾ കടിച്ചു പറിക്കുകയും മുടിക്ക് കുത്തിപ്പിടിച്ച് വലിക്കുകയും ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്തു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജിജി ചാലക്കുടി പോലീസിൽ മാരിയോയ്ക്കെതിരെ പരാതി നൽകിയിരിക്കുന്നത്. ആക്രമണത്തിൽ ജിജി മാരിയോയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. ആക്രമണത്തിന് മുമ്പേ ഭാര്യയുടെ 70,000 രൂപ വില വരുന്ന മൊബൈൽ ഫോണും ഇയാൾ എറിഞ്ഞു തകർത്തു എന്നും പരാതിയിൽ പറയുന്നു. ജിജിക്കെതിരെ മാരിയോ ജോസഫും പരാതി നൽകിയിട്ടുണ്ട്. പരാതികൾ പരിശോധിച്ചു വരികയാണെന്ന് പോലീസ് അറിയിച്ചു. കുടുംബ ബന്ധം വഷളായതിനെ തുടർന്ന് 9 മാസത്തോളമായി ഇരുവരും പിരിഞ്ഞു കഴിയുകയായിരുന്നു. കുടുംബ നവീകരണ ധ്യാനം നടത്തി അവസാനം കുടുംബം കലക്കൽ ധ്യാനത്തിലേക്ക് തൻ്റെ ഭർത്താവായ സുലൈമാൻ ജോസഫ് മാറിയത് മൂലം കടുത്ത സംശയത്തെ തുടർന്ന് ജിജി തൻ്റെ 2 പെൺകുഞ്ഞുങ്ങളുമൊത്ത് 9 മാസമായി മാറി താമസിച്ചു വരികയായിരുന്നു. പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുവാൻ എന്ന രീതിയിൽ മാരിയോ എന്ന സുലൈമാനെ കാണുവാൻ കഴിഞ്ഞ 25-ന് ജിജി വീട്ടിലെത്തിയപ്പോഴായിരുന്നു അക്രമാസക്തനായതും ക്രൂരമായി ജിജിയെ മർദ്ദിച്ച് അവശതയാക്കിയതും. FIR-ലെ ഉള്ളടക്കം ഇപ്രകാരമാണ്: ഭാര്യ ഭർത്തക്കന്മാരായ പ്രതിയും ആവലാതിക്കാരിയും പ്രൊഫഷണൽ ഇഷ്യൂസ് കാരണം 9 മാസക്കാലമായി അകന്ന് ജീവിച്ചവരവേ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുന്നതിനായി ആവലാതിക്കാരി 25/10/2025 17:30 മണിക്ക് പ്രതിയുടെ വീട്ടിൽ ഇരുന്ന് പ്രശ്നങ്ങൾ സംസാരിച്ചു വരവേ പ്രതി ആവലാതിക്കാരിയെ ദേഹോപദ്രവം ഏൽപ്പിക്കണം എന്ന ഉദ്ദേശത്തോടും കരുതലോടും കൂടി സെറ്റ് ഓഫ് ബോക്സ് എടുത്ത് തലയിലടിച്ചും ഇടത് കൈയിൽ കടിച്ചും തലമുടിയിൽ പിടിച്ചു വലിച്ചും ദേഹോപദ്രവം ഏൽപ്പിച്ച് ആവലാതിക്കാരുടെ കയ്യിലിരുന്ന മൊബൈൽ എറിഞ്ഞു പൊട്ടിച്ചതിലും 70,000 രൂപയുടെ നഷ്ടം വന്ന കാര്യം ജിജിയുടെ പരാതിയിന്മേൽ തൃശൂർ റൂറലിലെ ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ നവംബർ 1-ാം തീയതി വൈകിട്ട് 4:24-ന് ക്രൈം നമ്പർ 1194/2025 നമ്പറായി BNS 126 ക്ലോസ് 2, 115 ക്ലോസ് 2, 118 ക്ലോസ് 1, 324 ക്ലോസ് 4 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സംഭവ സമയത്ത് ഇയാൾ ലഹരി ഉപയോഗിച്ചിരുന്നുവോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ദൈവത്തോട് പ്രണയവും മനുഷ്യനോട് കരുണയും എന്ന മുദ്രാവാക്യവുമായിയാണ് ഇവർ കൗൺസിലിങ്ങും ധ്യാനവുമൊക്കെ നടത്തി വന്നിരുന്നത്. പക്ഷേ സ്വന്തം കാര്യം വന്നപ്പോൾ ഭാര്യയെ കുനിച്ചു നിർത്തി മുട്ടൻ തെറിയുടെ അകമ്പടിയോടെ സുലൈമാൻ ജോസഫ് കൂമ്പിനടിച്ചു. ചെറുപ്പക്കാർക്കും ദമ്പതിമാർക്കുമിടയിലെ വിഷയങ്ങൾ പരിഹരിക്കുന്ന സ്പെഷ്യലിസ്റ്റുകളായിരുന്നു ഈ കൗൺസിലർമാർ. നിലവിൽ ക്രിസ്ത്യൻ ഗ്രൂപ്പുകളിലും ഇരുവരും വളരെ സജീവമായിരുന്നു. ആലഞ്ചേരി ഭൂമി കുംഭകോണക്കേസിൽ നാറിയപ്പോൾ കട്ടയ്ക്ക് കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തവരാണ് സുലൈമാനും ഈ ജിജിയും. മതം മാറി ഒരു ക്രൈസ്തവ സുവിശേഷകനായാൽ ജീവിതം കുശാലാകും എന്ന് മനസ്സിലാക്കിയാണ് സുലൈമാൻ കാക്ക മാമോദിസ മുങ്ങി കത്തോലിക്കനായത്. ഒരു ലക്ഷണമൊത്ത കാക്ക ബൈബിൾ വചനങ്ങളൊക്കെ നന്നായി പറയുന്നത് വളരെ ആകാംക്ഷാപൂർവമാണ് മുണ്ണക്കുഞ്ഞുങ്ങൾ നോക്കിക്കണ്ടത്. അങ്ങനെ ജിജി എന്ന കത്തോലിക്കത്തിയെയും കെട്ടി 2 പിള്ളാരുമായി രണ്ടും കൂടി കുടുംബസമേതം മാതൃകാ കുടുംബമായി വിലസി വരികയായിരുന്നു. കത്തോലിക്കർക്ക് ഇങ്ങനെയുള്ള ഐറ്റംസിനോട് പ്രത്യേക മമതയാണ്. കത്തോലിക്ക സഭയിലെ ധ്യാനക്കുറുക്കന്മാരും സുലൈമാനുമായി ഇടയ്ക്കിടയ്ക്ക് പോട്ടിയുണ്ടാകുമായിരുന്നു. കാരണം കാക്കയെ എല്ലാ കുടുംബ നവീകരണ പ്രസംഗങ്ങൾക്കും വിശ്വാസികൾ വിളിക്കുമ്പോൾ തങ്ങൾക്ക് വർക്ക് കുറയുന്നു എന്ന പരാതി പാതിരിമാർക്കുണ്ടായിരുന്നു. എന്തായാലും അവരുടെ ആ പരാതി ഇപ്പോൾ തീർന്നു കാണും. സുലൈമാൻ കാക്കയും ഭാര്യ ജിജിയും മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, പ്രസംഗമല്ല ജീവിതം, റീൽസും ഷോർട്സുമല്ല ദാമ്പത്യം.
ഇത്തിരി ക്ഷമയും സഹനശക്തിയും ഒക്കെ വേണം കുടുംബജീവിതം വിജയിക്കണമെങ്കിൽ. ഇത്രയുമൊക്കെ ഒപ്പിക്കുന്നതിന് മുമ്പ് 2 പെൺകുഞ്ഞുങ്ങളാണ് നിങ്ങൾക്കുള്ളത് എന്ന് രണ്ടുപേരും ഓർക്കണമായിരുന്നു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.